ലോകമൊരു ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കത്തിലേക്ക് കുതിക്കുകയാണോ എന്ന ആശങ്കയുളവാക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നരേന്ദ്രമോദി രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ സാധാരണഗതിയിൽ ഇടപെടാറുണ്ട്. പക്ഷേ ഇന്ത്യയുടെ താല്പര്യം എവിടെ ഉണ്ടാവുന്നു അവിടെ അദ്ദേഹം ഇടപെടാറുണ്ട്. അവിടെ ശരിക്കും വളരെ ബുദ്ധിപരമായിട്ടുള്ള ഇടപെടൽ നടത്താറുണ്ട്. ഇപ്പോൾ ഇവിടെ ഗൾഫിനെ കൂടി ഇത് ബാധിച്ചിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കും. ആ ഇടപെടലോടുകൂടി ഏത് തരത്തിലായിരിക്കും ഈ യുദ്ധത്തിൻ്റെ ഒരു വഴിത്തിരിവ് ഉണ്ടാവുക? ഇപ്പം യുദ്ധം ഈ ഇന്ത്യ ഇടപെടുന്നു എന്നുള്ള രീതിയിലേക്ക് വാർത്ത വരുന്നു. കാരണം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ആദ്യഘട്ടം എന്നോളം ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ടും ഒമാനുമായിട്ടും UAE-യുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, വിദേശകാര്യമന്ത്രിയുമായിട്ട്. കാരണം ഈ യുദ്ധത്തിൻ്റെ മൂർച്ഛിച്ചു പോയാൽ ലോകത്തെ ബാധിക്കും. പ്രത്യേകിച്ച് അമേരിക്ക, ചൈന, ഇന്ത്യ 20% ലോകത്ത് ഉടനീളമുള്ള ഇന്ധനങ്ങൾ കടന്നു പോകുന്ന ഇടമാണ് ഹോർമുസ് കടൽ. അവിടെ ഒമാൻ്റെയും എനിക്ക് തോന്നുന്നു ഇവരുടെയും കൂടെ 33 കിലോമീറ്റർ വരും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇപ്പം ഭാഗികമായിട്ട് ഇത് അടച്ചിരിക്കുന്നു. പക്ഷേ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി പൈപ്പ് ലൈൻ പദ്ധതി ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനകത്തൂടെ വരുന്ന ഇന്ധനത്തിൻ്റെ അളവ് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അതായത് UAE-യുടെ പൈപ്പ് ലൈൻ പദ്ധതി ഉണ്ട് അവിടെ. ഏതാണ്ട് 2.6 ബാരൽ ദശലക്ഷം അതിനകത്തൂടെ വരിക ചെയ്യും. അപ്പോൾ തന്നെ ഏതാണ്ട് $8 മുതൽ $30 വരെ സാമ്പത്തിക വർധനവും ഉണ്ടാകും എന്ന് വെച്ചാൽ അത് മുതലെടുക്കാനുള്ള നിൽക്കുമല്ലോ. അപ്പം ഇപ്പം ഈ പ്രക്ഷോഭം ഏതാണ്ട് വലിയ വലിപ്പത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് ഏതാണ്ട് 9 രാജ്യങ്ങൾ, ഒരു ഭാഗത്ത് ഇസ്രായേൽ, അമേരിക്ക, ബാക്കി GCC രാജ്യങ്ങളെല്ലാം കൂടെ എനിക്കൊന്ന് 9ഓളം രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് GCC രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ഒരു ഫൈറ്റിലേക്ക് പോവുകയാണ്. ഇതിന് ശേഷം ഈ ഖമേനിയുടെ വധത്തിന് ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ഖമേനിയുടെ വധത്തിന് ശേഷം ഇറാനിൽ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. ഇറാനിലെ പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ ഖമേനിയുടെ ഭാഗമായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്, അവരിപ്പോൾ തെരുവിലാണ്. അപ്പം ഒരു റെസ്യൂം ചേഞ്ച്, അതായത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നല്ലോ സിനുജി നടത്തിയിരുന്നത്. ലോകം അറിഞ്ഞത് മുമ്പ് എല്ലാം തീരുമാനിച്ച് നടപ്പാക്കിയിരുന്നു ഇസ്രായേൽ എന്നത് വ്യക്തമാണ്. അപ്പോൾ വീണ്ടും ഇസ്രായേൽ ഓപ്പറേഷൻ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. 9 മണിക്ക് അവിടെ ഓപ്പറേഷൻ നടക്കുമ്പോൾ ആദ്യം യുദ്ധം തുടങ്ങുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ആരും വിചാരിക്കാത്ത, ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റിനും നെതന്യാഹുവിനും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കും മാത്രം അറിയാവുന്ന ഒരു ഓപ്പറേഷൻ 9 മണിക്ക് ആരംഭിക്കുമ്പോൾ നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ 30ഓളം ബോംബുകൾ അല്ലെങ്കിൽ ബോംബുകൾ ഇട്ട് ഖമേനിയുടെ ഉറവിടം നശിപ്പിക്കും പറയുന്നുണ്ട്. അതായത് തരിപ്പണമായി പോയി. അദ്ദേഹത്തിന്റെ ബോഡി കിട്ടിയെന്നൊക്കെ പറയും, നമ്മുടെ രാജീവ് ഗാന്ധിയുടെ ബോഡി കിട്ടിയ പോലൊക്കെ ആയിരിക്കും. അപ്പം അതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട ഏതാണ്ട് 7 തൊട്ട് 9ഓളം ഈ യുദ്ധത്തെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരെയും വകവരുത്തിയിരിക്കുന്നത്. അതായത് പിന്നെ പ്ലാൻ ചെയ്താണ് യുദ്ധം ചെയ്തത്. എത്രത്തോളം പ്ലാനിങ്ങോടുകൂടിയാണ് ഇറാൻ നിന്നിരിക്കുന്നത് എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. കാരണം ഈ യുദ്ധം വളരെ കൃത്യമായിട്ട് വളരെ പ്ലാൻ ചെയ്ത് ആണ് നിന്ന് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ നേരത്തെ പലതിനകത്തും ചർച്ച ചെയ്തു, ചതി ചെയ്തു. നേരത്തെ ഒരു 12 ദിവസത്തെ യുദ്ധത്തിന് ഈ പറയുന്ന ഇസ്രായേൽ ഇറാനുമായിട്ടുള്ള യുദ്ധം അത്രയും നീണ്ടുപോയതിന് ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ട് അവരുടെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കും. പക്ഷേ ആ യുദ്ധത്തിനകത്തെ ഒരുക്കങ്ങൾ നടന്നിട്ട് പോലും അതിനകത്ത് ആക്രമണമുണ്ട്. ഇന്നലെ ഈ പറയുന്ന ഇറാൻ തിരിച്ചടിക്കുന്ന ഭയങ്കര ഭീകരമായിട്ടാണ്. ഇന്നലെ ടെല്ലവീവിലും അവിടെ ഈ പറയുന്ന പ്രധാനപ്പെട്ട പല നഗരങ്ങളിലും, അതായത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടിൽ ഇതുണ്ടല്ലോ, കപ്പൽ, അവിടെ ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പം തിരിച്ചടിക്കുന്നതിനകത്ത് കുറവൊന്നുമില്ല. പക്ഷെ നമ്മൾ വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ അല്ലായിരുന്നു തുടക്കമെങ്കിൽ, അതായത് ഈ ഖമേനിയെ ഉൾപ്പെടെ ഒരുപക്ഷെ അദ്ദേഹം മരിച്ചിട്ടില്ല, ഇറാന്റെ പ്രസിഡന്റിന്റെ കൊട്ടാരം ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട കക്ഷികളെ ആദ്യം വധിച്ചില്ലായിരുന്നെങ്കിൽ ഈ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാവും. ഒരു ലെയർ പട്ടാളത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, ഇങ്ങനെയൊക്കെ എല്ലാ രാജ്യങ്ങളും ചെയ്യും. പക്ഷെ ആ ഫസ്റ്റ് ലെയർ തീർത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ സെറ്റപ്പ് തകർത്ത് കഴിയുമ്പോൾ വീണ്ടും റീസെറ്റ് ചെയ്യണമെങ്കിൽ അത്രയും വലിപ്പത്തിൽ അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതും ഉള്ള ഒരു രാജ്യമൊന്നും അല്ല ഇറാൻ ഇസ്രായേലിനെ അപേക്ഷിച്ചിട്ട്. അപ്പം അതായത്
ഇതിനകത്ത് ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ ഈ പറയുമ്പോൾ ഇന്ത്യ പ്രധാനമന്ത്രി അവിടെ ചെന്നിട്ട് തിരിച്ചു പോരുന്നു, അല്ലെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട് ചർച്ച എന്ന് പറഞ്ഞിട്ട് ഓരോ കടൽ, ആദ്യത്തെ എബ്രഹാം ലിങ്കൻ, രണ്ടാമത്തേന്റെ പേരെന്തോ സാറേ നമ്മുടെ ജെറാർഡ് ഫോർഡ്, അതാണ് ഏറ്റവും വലിയ കപ്പൽ. ഈ കപ്പൽ വളരെ ക്ലോസ് ആയിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തോട്ട് അടുപ്പിച്ചിട്ടിരിക്കുകയാണ്. അതായത് എല്ലാം, അതായത് GCC രാജ്യങ്ങൾ ഈ യുദ്ധത്തിനകത്ത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിച്ചാൽ തന്നെ ഈ യുദ്ധം നീണ്ടുപോയാൽ, അല്ലെങ്കിൽ തുടക്കം 4 ദിവസം കൊണ്ട് നിർത്താമെന്ന് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, നീണ്ടുപോയാൽ പോലും അല്ല, അവർ പറയാൻ 4 ദിവസം കൊണ്ട് ഞങ്ങൾ തീർത്തേക്കാന്ന് പറഞ്ഞു. പക്ഷേ യുദ്ധം തീരുമെന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, എങ്ങോട്ടൊക്കെ വ്യാപിക്കുന്നു. അപ്പം ഇതെല്ലാം ഒരുക്കി, കാരണം ആര് നിന്നു കൊടുത്തില്ലെങ്കിലും അമേരിക്കയുടെ കപ്പൽ ഉപയോഗിച്ചും അവരുടെ സംവിധാനം ഉപയോഗിച്ചും, അല്ലെങ്കിൽ ഇസ്രായേലിനെ മാത്രം ബേസ്, അമേരിക്ക ഇസ്രായേൽ മാത്രം, അവർ തമ്മിൽ ഉള്ള ഒരു ഓപ്പറേഷൻ, അവർ മാത്രം വിചാരിക്കുന്ന രീതിയിൽ യുദ്ധം ജയിക്കുന്ന അവസ്ഥയിലുള്ള ഒരു ഓപ്പറേഷനാണ്. കാരണം അതുകൊണ്ടാണ് ഒരു ബേസുകളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ട്രാങ്കർ വിമാനങ്ങൾ, അല്ലെങ്കിൽ J-22 ഫൈറ്റർ, സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ എല്ലാം 30 കൊല്ലത്തിന് അകത്ത് ആദ്യമായിട്ടാണ് ഈ പറയുന്ന ഇസ്രായേൽ ഹോൾഡ് ചെയ്യുന്നത്. അമേരിക്കൻ ഫ്ലൈറ്റ് ഇതുവരെ ഹോൾഡ് ചെയ്തിട്ടില്ല, ബന്ധമൊക്കെ കാര്യം ശരിയാണ്, ഹോൾഡ് ചെയ്തിട്ടില്ല. അപ്പം അവരുടെ കരുതൽ എത്രത്തോളം വലുതായിരുന്നു. അപ്പം ഇപ്പം ഇനിയും വേണ്ടതെന്ന് പറഞ്ഞാൽ ചൈന ഇടപെട്ടിട്ടുണ്ട്, റഷ്യ ഇടപെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് തീർക്കണം, യുദ്ധം തീർക്കണം. പിന്നെ അമേരിക്കയുടെ ലക്ഷ്യം ഖമേനി ആയിരുന്നു. ഇസ്രായേൽ വളരെ കാലം കൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഖമേനി. അപ്പോൾ ഖമേനിയെ തീർത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അല്ലാതെ ഇനിയും ഖമേനിയുടെ ഭാഗമായിട്ട് അവരുടെ പറയുന്ന നിമിഷം ഇറാൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്ല, ഔദ്യോഗികമായിട്ടല്ല, ഇന്നലെ വൈകിട്ട് തന്നെ വാർത്ത വന്ന് രാവിലെ വൈകിട്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു. അപ്പം ഈ ഖമേനിയുടെ പിന്തുടർച്ചക്കാരൻ അല്ലെങ്കിൽ പിൻഗാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകനാണ്, അല്ലെ? മകൻ 55 വയസ്സുള്ള മുസ്തഫാർ അല്ലേ, ഖമേനി അല്ലേ? അപ്പം ആ ഒരു ഭരണ സംവിധാനത്തെ തന്നെ തുടർന്നു കൊണ്ട് പോകുന്നതിന് വേണ്ടി ഉള്ള ഒരു അനുവാദം ഒരുപക്ഷെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുണ്ട്. സാധാരണ അമേരിക്കക്കാരെ അളുമ്പാക്കിയിട്ട് പോകാറ്. കാരണം ഇതിനകത്ത് ഇവരുടെ ഇതുണ്ടല്ലോ, ഇവരുടെ ഇദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ ഇതുണ്ടല്ലോ, ഗാർഡ്, അതിന്റെ പേരെന്തോ, ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഇനിയും ബാക്കിയുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഖമേനിയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. കാരണം ഇവരെ ഭയങ്കരമായിട്ട് സഹായിച്ചു, അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യം പോലെ വാരി വരിച്ചു കൊടുത്താൽ അവർ നിർത്തുന്നത്. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിനും അല്ലെങ്കിൽ ഈ അടിച്ചമർത്തലിനൊക്കെ പൂർണ്ണമായിട്ട് ഊണയിക്കുന്നത്. ഇവരുടെ സുരക്ഷിതത്വം ഖമേനി ഭരണകൂടത്തിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന സംവിധാനത്തിൻ്റെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരിക്കും. പക്ഷേ അത് കളയാൻ വേണ്ടി ഇസ്രായേലും അവരുടെ നിയന്ത്രണത്തിലുള്ള ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും, ഇസ്രായേൽ അമേരിക്കയും. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ ഇത് നാളെ കാലത്ത് ഈ ഭീകരവാദ ഗ്രൂപ്പുമായിട്ടും തീവ്രവാദ ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ട് മാറി വലിയൊരു പ്രശ്നത്തിലേക്ക്, അതായത് രാജ്യം അരാജകത്വത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യം പോകും. ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തുർക്കിയിലും പാകിസ്ഥാനിലും പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നു എന്ന് ഉള്ളൊരു വാർത്ത വരുന്നുണ്ട്. അത് അത്ര ശുഭസൂചകമല്ല. ഒരുപക്ഷെ നമ്മളെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെയാണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രക്ഷോഭം ഇപ്പം ഈ ഏറ്റവും വലിയ മതമേലധ്യക്ഷനല്ലേ ഇയാൾ, അതിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ഉണ്ടല്ലോ, പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നം അത് നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പം ഇന്ത്യ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് യുദ്ധം തീർക്കുന്നതിന് വേണ്ടി ഇടപെടും. കാരണം നാളെ കാലത്തെ നമ്മളെ ഉൾപ്പെടെയുള്ള നമ്മുടെ ജിയോ പൊളിറ്റിക്സിനെ ബാധിക്കും, നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കും. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ 1 കോടി ജനം ഇന്ത്യക്കാർ ഈ GCC രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് ഇവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നതും വലിയ ടാസ്ക് ആട്ടെ. 1 കോടി ജനമാണ്. അവരെ തിരിച്ചു കൊണ്ടുവരാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് യുദ്ധം നീണ്ടുപോയാൽ ഒരു കാര്യമുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ എന്തിനാണ് ഇസ്രായേലിൽ എടുത്തുകൊണ്ട് വന്നിട്ട് അമേരിക്ക തങ്ങളുടെ 2ാമത്തെ വിമാനവാഹിനി കപ്പൽ നിർത്തിയിട്ടത്, അല്ലെങ്കിൽ അവിടെ നങ്കൂരമിട്ടത് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അപ്പോൾ ഈ കപ്പൽ എന്ന് പറയുന്നത് വെനസ്വേലയിൽ അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം അടുത്ത ഉദ്യമത്തിലേക്ക് വരികയാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ആക്രമണം നടത്തുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ മുൻനിർത്തി ആക്രമിക്കുന്നത്, ഇസ്രായേലാണ് ആക്രമണം നടത്തുന്നത്. അപ്പോൾ തിരിച്ചടി, ഇറാൻ്റെ തിരിച്ചടി ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പൊതിഞ്ഞു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2ാമത്തെ വിമാനവാഹിനി കപ്പൽ അവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. ഏതാണ്ട് 1945 കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തെ വിമാനവാഹിനി കപ്പൽ വന്ന് വേറൊരു രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. അത്രയും വലിയ ഉദ്യമം ഇവിടെ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി എന്നുള്ള
എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള എല്ലാ വ്യോമ സംവിധാനങ്ങളും അമേരിക്ക ചെയ്തു വെച്ചു. അതുകൊണ്ടാണ് ഒരേ സമയം 2 വിമാനവാഹിനി കപ്പൽ ഉപയോഗിച്ച് ഇറാൻ്റെ ആക്രമണത്തെ തടയുന്നത്. പിന്നീട് ഇറാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് രാജ്യങ്ങളെ കയറി ആക്രമിക്കുക, കൃത്യമായി പറഞ്ഞാൽ സുന്നി രാജ്യങ്ങളെ കയറി ആക്രമിക്കുക. ഇതിൽ ഒമാനെ ആക്രമിക്കുന്നില്ല. കാരണം ഒമാനാണ് ഇറാൻ്റെ ഏറ്റവും വിശ്വസ്തമായ ഒരു രാജ്യം. കാരണം മധ്യസ്ഥ രാജ്യമാണ്. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും അധികം മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നത് ഈ ഒമാനുമായി ബന്ധപ്പെട്ടാണ്. അവർ ഇത് നടത്തുന്നില്ല. മാത്രമല്ല ഒരു കാലത്ത് ഈ ഒമാനിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇറാനുമായിട്ട് അവർ സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ. ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താ? പാകിസ്ഥാനെ ഇസ്രായേലിൽ കയറി ആക്രമിക്കുക എന്നുള്ളതാണ്. കാരണം മുസ്ലിം രാജ്യങ്ങളുടെ കയ്യിൽ ആണവ സമ്പത്തുള്ള അല്ലെ ആണവായുധമുള്ള ഏക മുസ്ലിം രാജ്യം എന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാനാണ്. ഇറാൻ്റെ പ്രശ്നം എന്താ? അവർക്ക് 60% ആണവ സമ്പുഷ്ടീകരണം നടന്നു, അതുകൊണ്ട് ആണവായുധം നിർമ്മിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ആക്രമിച്ചു. അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങളുടെ കയ്യിൽ ഒരു കാരണവശാലും ആണവായുധം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആണവായുധം ഉണ്ടായാൽ അത് മറ്റ് മുസ്ലിം രാജ്യങ്ങൾക്ക് ഭീകരിലേക്ക് എത്തും. അതുകൊണ്ട് ഇസ്രയേൽ വേണമെങ്കിൽ ഇനി പാകിസ്ഥാനെ കയറി ആക്രമിച്ചേക്കാം. അങ്ങനെ ആക്രമിച്ചാൽ അമേരിക്കൻ തടയില്ല. കാരണം അമേരിക്കയാണ് ഇതുവരെ പിന്തുണ നൽകിയത്. കാരണം നിലവിൽ പാകിസ്ഥാനിലെ മൊത്തം ജനസംഖ്യയുടെ 20% ഷിയയാണ്. അപ്പോൾ ഷിയ നേതാവായുള്ള അയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടാം. അങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടാൽ ഇവരെ കയറി ആക്രമിക്കും. ഇനി രണ്ടാമതൊരു കാര്യം, തുർക്കി എന്ന് പറയുന്ന രാജ്യമാണ്. തുർക്കിയുടെ രാജ്യം എന്ന് പറഞ്ഞാൽ പഴയ ഓട്ടോമൻ സാമ്രാജ്യമൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഏത് രീതിയിലൊരു ആക്രമണം നടത്താം. അങ്ങനെ തുർക്കിക്ക് പാകിസ്ഥാൻ അവരുടെ ആണവ രഹസ്യം കൈമാറിയാൽ തുർക്കിയും ആണവശക്തിയായി മാറും. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം ഒരുപക്ഷെ തുർക്കിക്ക് നേരെയുമാകും. അതുകൊണ്ട് തുർക്കിക്കും പാകിസ്ഥാനും നേരെ ആയിരിക്കാം ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും അടുത്ത നീക്കം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അമേരിക്കയ്ക്കും തുർക്കിയെ വലിയ പിടുത്തമൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഈ പാകിസ്ഥാനെതിരായുള്ള ഒരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പരോക്ഷമായ പിന്തുണ ഇന്ത്യ നൽകും. കാരണം ഇന്ത്യക്കും അതൊരു ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് ഇനി ഇസ്രയേലിൻ്റെ ഒരു നീക്കം, അമേരിക്കയുടെ ഒരു നീക്കം എന്ന് പറയുന്നത് തുർക്കിയെയും പാകിസ്ഥാനെയും ലക്ഷ്യം വെച്ചാണോ എന്നുള്ള കാര്യത്തിൽ ലോകരാജ്യങ്ങൾ ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അതെ. സൗദിയുമായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ ഒരു കരാറുണ്ട്. ഒരു രാജ്യത്തെ ആക്രമിക്കുന്നത് 2 രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യമായി കണക്കാക്കുമെന്നാണ്. അപ്പോൾ ഇസ്രായേലിന് വലിയൊരു ഭീഷണിയാണ് പാകിസ്ഥാൻ. കാരണം അവർക്കാണ് ബോംബുള്ളത്. അത് ഭീഷണിയാണ്. അടുത്ത ഭീഷണി അതാണ്. അങ്ങോട്ട് ശ്രദ്ധ തിരിക്കുന്ന വളരെ യുക്തിസഹമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ഹോർമൂസ് കടലിടുക്കെന്ന് പറയുന്നത് ഇപ്പോൾ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിലൂടെയാണ് ഇന്ത്യയുടെ ഓയിലിൻ്റെ, അതായത് എണ്ണയുടെ 50% നീക്കം നടക്കുന്നത്. അതുപോലെ ലോകത്തിൻ്റെ തന്നെ എണ്ണ നീക്കത്തിൻ്റെ 28% നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ എണ്ണവില കൂടാൻ വലിയൊരു സാധ്യത കാണുന്നു. എണ്ണവില കൂടുമ്പോൾ സർവ്വസാധനങ്ങൾക്കും വില കൂടി ലോകം വീണ്ടും ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചബഹാർ തുറമുഖം അതും അടച്ചിടുകയാണെന്ന് പറയുന്നത് കേട്ടു. ഇന്ത്യക്ക് വലിയ സ്റ്റേക്കുള്ള, അതായത് 10 ലക്ഷം കോടിയുടെ സ്റ്റേക്കുള്ള ഒന്നാണ് ഈ ചബഹാർ തുറമുഖം. പാകിസ്ഥാൻ്റെ സഹായമില്ലാതെ ഇന്ത്യക്ക് ചരക്ക് നീക്കം നടത്താവുന്ന ഒരു തുറമുഖമാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയുടെ വലിയ സ്റ്റേക്കാണ്, ഇൻട്രസ്റ്റ് ആണ്. തീർച്ചയായിട്ടും മോദി ഇതിൽ തന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തും. അത് എന്തെങ്കിലും ഒരു പരിഹാരം അദ്ദേഹം കാണും. ഈ പാകിസ്ഥാനെ ആക്രമിക്കുക എന്ന് പറയുന്നത് അത് നടക്കുന്നതിന് മോദി പിന്തുണയ്ക്കുകയും ചെയ്യുക, അത് സംശയമൊന്നുമില്ല.